ഗ്രീൻ ടൂറിസം സെൻ്ററുകളായി പ്രഖ്യാപിക്കപ്പെട്ട നിരവധി പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പേപ്പർ, പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് എന്നിവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൂറിസം വകുപ്പിന് നിയമം നടപ്പിലാക്കാൻ അതോറിറ്റി ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആരാണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യുക? സുസ്ഥിര വികസനത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഈ ഗ്രീൻ പ്രോട്ടോകോൾ. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് കൊണ്ടുവന്ന് ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യം പൊതുവെ നടപ്പിലാക്കാൻ എല്ലാ വകുപ്പും യോജിച്ചുകൊണ്ടാണ് ശ്രമിക്കുന്നത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ഹരിത ടൂറിസം പദ്ധതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, പ്ലാസ്റ്റിക് ബോട്ടിലും മറ്റും ഉപയോഗിച്ച് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ഇൻസ്റ്റലേഷനുകൾ നിർമ്മിക്കുകയും ആകർഷകമാക്കുകയും ചെയ്യുന്നുണ്ട്. ടൂറിസം ക്ലബ്ബുകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിലെത്തുന്നവരെ പൊതുവെ അവബോധം സൃഷ്ടിക്കാനുള്ള തീരുമാനങ്ങളും ഇടപെടലും നടത്തുന്നുണ്ട്. പലയിടങ്ങളിലും വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നൊരു ശ്രമം പൊതുവെ നടത്തുന്നുണ്ട്. അതിനു പുറമെ ഒരു DMC ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിൽ MLAമാർക്ക് അതിൻ്റെ പ്രധാന ചുമതല നൽകിക്കൊണ്ട് ഉള്ള ഒരു ഇടപെടലും ഇതിൻ്റെ ഭാഗമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്.